ഹായ്, വെൽക്കം ടു ലേണിംഗ് നോക്ക്. വരുന്ന കേറ്റഡ് സീറ്റഡ് എക്സാമുകൾക്ക് വേണ്ട മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് 1.5 ഇൻറ്റു ഹാഫ്. 1.5 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്. അതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നു, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3/4 എന്ന് കിട്ടും. നമുക്കിനി ഇവിടെ ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ, ഹാഫ് ഓഫ് 1.5. നമ്മൾ ഏതൊരു നമ്പറിൻ്റെയും ഹാഫ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ അത് കറക്റ്റ് ഓപ്ഷനാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. 1 ഇൻറ്റു ഹാഫ് ഇൻറ്റു ഹാഫ്. ഇവിടെ ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ നമുക്ക് ആൻസർ കിട്ടുന്ന 1/4 എന്നാണ്. ഇവിടെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ 3/4 എന്നും ഓപ്ഷൻ ബി വർക്കൗട്ട് ചെയ്യുമ്പോൾ 1/4 എന്നും കിട്ടുന്നതുകൊണ്ട് ആ ഓപ്ഷൻ തെറ്റാണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നോട്ട് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് കിട്ടും. 3 ടൈംസ് 1/4 എന്ന് പറയുന്നത് 3/4. അതുപോലെ 1 പ്ലസ് ഹാഫ്, അതായത് 1.5 ഇൻറ്റു 1/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ലീസ്റ്റ് എമംഗ് ദ ഫോളോയിങ്. ഇതിൽ ഓരോ നമ്പേഴ്സും ചെക്ക് ചെയ്യാം. 1/3 എന്ന് പറയുന്നത് 0.333. നെക്സ്റ്റ് നമ്പർ 0.31. അടുത്തത് 0.1 ദ ഹോൾ സ്ക്വയർ, അതായത് 0.01. മൂന്നാമത്തെ നമ്പർ 0.03. ഇതിൽ ലീസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ 0.01 ആണ് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി, 0.1 ദ ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 33/2.5 ഇൻറ്റു 0.56/21 ഈക്വൽ ടു 0.352. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 5.6/0.25 ഇൻറ്റു 3.3/0.21? ഇവിടെ നമുക്ക് പല മെത്തേഡിൽ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് പോയിന്റ് മാറ്റി അവരെ 10⁻⁻1 എന്ന രീതിയിൽ ഇട്ടുകൊണ്ടാണ്. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് 33/25 ഇൻറ്റു 56/21 ഇൻറ്റു 10⁻⁻1 ഈക്വൽ ടു 0.352 എന്ന് കിട്ടും. അതേ രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ തന്നിരിക്കുന്ന നമ്പർ ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. സോ അത് നമുക്ക് 0.352 ഇൻറ്റു 10⁻³ എന്ന്. സോ ആൻസർ 352 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്മോളസ്റ്റ് 2-digit നമ്പർ ആഡഡ് ടു 43312 ഗീവ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 9. 9 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നിരിക്കുന്ന ഡിജിറ്റ്സ് ആഡ് ചെയ്തിട്ട് അതിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കും. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ ദാറ്റ് മീൻസ് 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുക. ഇപ്പം നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ നമ്പറിനോട് ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് മൾട്ടിപ്പിൾ ഓഫ് 9 ആകുന്നത് എന്നാണ്. ദാറ്റ് മീൻസ് ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. അപ്പോൾ ഇതിനോട് ഏതോ ഒരു നമ്പർ ചേർക്കുമ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ ആവും. അത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഡിജിറ്റ്സിനെ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ സമ്മ് 13 എന്ന് കിട്ടി. ഇതിനടുത്ത് വരുന്ന 9ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ 18 - 13 ചെയ്യാം. സോ നമുക്ക് ആൻസർ 5 കിട്ടും. പക്ഷേ 5 എന്ന് പറയുന്നത് ഒരു 1-digit നമ്പറാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന സ്മോളസ്റ്റ് 2-digit നമ്പർ എന്നാണ്. അപ്പോൾ നമുക്ക് ഈ 5നോട് കൂടി 9 ആഡ് ചെയ്യാം. സോ 14 എന്നായിരിക്കും ആൻസർ. ഓപ്ഷൻ സി 14 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് ഓഫ് 9 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് n. If the next 10 numbers are also included, the new average will be. ഇവിടെ നമ്പേഴ്സ് എക്സ് മുതൽ x+8 വരെയാണെന്ന് നമ്മൾ കണക്കൂട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ കിട്ടുന്നത് തന്നെയായിരിക്കും. സോ നമുക്കത് x+4 ആണെന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു n എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x = n-4 എന്ന് നമുക്ക് കിട്ടും. അടുത്ത 10 നമ്പേഴ്സും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴുള്ള ആവറേജ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ എക്സും മുതൽ x+18 വരെയാണ് നമ്മളുടെ 10 നമ്പറും കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴുള്ള നമ്പേഴ്സ് വരുന്നത്. സോ അതിൻ്റെ ആവറേജ് x+9 എന്ന് കിട്ടും. എക്സിൻ്റെ പ്ലേസിൽ n-4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n+5 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ ബി. ഈ കഴിഞ്ഞ കേറ്ററ്റ് എക്സാം, അതായത് 2025 ജൂണിൽ നടന്ന കേറ്ററ്റ് 2-ലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മാത്സിൻ്റെ 30 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിൽ 10 ക്വസ്റ്റ്യൻസ് പെഡഗോജിയിൽ നിന്നാണ്. ഈ രീതിയിൽ ആൻസർ ഡിസ്കഷൻ നടത്തുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ
കമൻറ്റിലൂടെ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതേ രീതിയിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഓൾ.